ലൈംഗിക ചൂഷണത്തിന്റെ പേരിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ യഹൂദ പീഡനത്തോട് ഉപമിച്ചത് മാർപ്പാപ്പയുടെ നിലപാടല്ലെന്ന് വത്തിക്കാന്റെ വിശദീകരണം. വത്തിക്കാന്റെ ഔദ്യോഗിക ധ്യാനഗുരു റനിയേറോ കാർലമെന്റസ് ആണ് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ ആരോപണങ്ങളെ യഹൂദ പീഡനത്തോട് ഉപമിച്ചത്. സംഭവത്തിൽ മാർപ്പാപ്പ മാപ്പ് പറയണമെന്ന് യഹൂദ സമൂഹവും ലൈംഗിക ചൂഷണത്തിന് ഇരയായവരും ആവശ്യപ്പെട്ടു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ നടത്തിയ പ്രസംഗത്തിലാണ് ഫാദർ റനിയേറോ കാന്റാലമെസ്സ വിവാദ പരാമർശം നടത്തിയത്. തന്റെ യഹൂദ സുഹൃത്തിന്റെ കത്തിൽ നിന്നുള്ള വാക്കുകൾ ഉദ്ധരിച്ചാണ് അദ്ദേഹം വൈദികർ നടത്തിയ ലൈംഗിക ചൂഷണത്തിന്റെ പേരിൽ മാർപ്പാപ്പയെ കുറ്റക്കാരനാക്കുന്നതിനെ യഹൂദർക്കെതിരായ വംശീയ അധിക്ഷേപവുമായി താരതമ്യം ചെയ്തത്. എന്നാൽ പരാമർശം വൻ വിവാദമായി. വത്തിക്കാന് നിലപാട് വിശദീകരിക്കേണ്ടി വന്നു. കാന്റാലമെസ്സയുടെ പരാമർശം വത്തിക്കാന്റെ ഔദ്യോഗിക നിലപാടല്ലെന്ന് വക്താവ് ഫാദർ ലൊംബാർഡി വിശദീകരിച്ചു. എന്നാൽ മാർപ്പാപ്പ നേരിട്ട് മാപ്പ് പറയണമെന്നാണ് യഹൂദരുടെ ആവശ്യം. കാന്റാലമെസ്സയുടെ വാക്കുകൾ സഭയ്ക്ക് നാണക്കേടാണെന്ന് വൈദികരുടെ ലൈംഗിക ചൂഷണത്തിനിരയാക്കപ്പെട്ടവരുടെ സംഘടന പറഞ്ഞു. അതേസമയം വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ ബെനഡിക്ട് 16 മാർപ്പാപ്പ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ മനഃപൂർവ്വം മാർപ്പാപ്പയെ അവഹേളിക്കാൻ ശ്രമിക്കുകയാണെന്ന് സഭ കുറ്റപ്പെടുത്തി. ഏതായാലും വിവാദങ്ങളുടെ കാർമേഘങ്ങൾക്ക് നടുവിലായി വത്തിക്കാന് ഇത്തവണ വിശുദ്ധ വാരാചരണവും ഈസ്റ്ററും. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.